പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി ഉഷസ്സായി 24-ാം ദിവസം. സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു. അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല. ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ്. ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ. കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, പ്രപഞ്ചം ക്രമപ്പെടുത്തിയ ദൈവം എല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രദാനം ചെയ്തു. ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിൽ പ്രപഞ്ചം സംവിധാനം ചെയ്തതിന് ശേഷം ദൈവം അരുളി ചെയ്തു, നിങ്ങൾ എല്ലാം ആസ്വദിക്കുക, അനുഭവിക്കുക. എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും വേണ്ടി ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. എല്ലാ മനുഷ്യരും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യണം എന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. മക്കൾ ആനന്ദിക്കുന്നത് അപ്പന് എത്ര സന്തോഷമാണോ അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യമാണ് ദൈവമക്കളായ നമ്മൾ ആനന്ദിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ജന്മാവകാശികളാണ് നമ്മൾ എന്ന ഓർമ്മ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ മക്കളായി അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ജന്മസിദ്ധമാണ് അവിടുത്തെ ആനന്ദവും അവിടുന്ന് പ്രദാനം ചെയ്യുന്ന സന്തോഷവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നമുക്കെപ്പോഴും ദൈവഭയമുള്ളവരായി മാറാം. വചനം നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നു, കർത്താവിൻ്റെ വഴികളിൽ നടക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണ് എന്ന്. ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആനന്ദം കൈക്കൊള്ളാനാണ്, ദൈവഭയത്തോടെ ജീവിക്കാനാണ്. അപ്പോൾ കൃപയുടെ അഭിഷേകം നമ്മളിൽ നിറയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ ആനന്ദം ഞങ്ങൾക്ക് തരണമേ. മനുഷ്യ നന്മയ്ക്കായി എല്ലാം സംവിധാനം ചെയ്ത ദൈവമേ, അങ്ങയുടെ മക്കൾക്കടുത്ത ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യണമേ. ദൈവഭയവും ദൈവകൃപയും ഞങ്ങളിൽ നിറയട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.